പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് 6 മാസങ്ങൾക്ക് മുൻപ്, അതായത് ഇന്ത്യൻ സൈന്യം 6 മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾക്കൊക്കെ പ്രതികാരമായി അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾക്ക് പാക് സംഘടനകൾ കോപ്പുകൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു പ്രതികാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ വീണ്ടും ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ലഷ്കർ എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒന്നിക്കുന്നു. ഭീകര സംഘടനകളെ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ISI എന്ന് പറയുന്ന ചാരസംഘടന. അങ്ങനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തി വളരെ കൃത്യമായിട്ടുള്ള ചാവേർ ആക്രമണങ്ങൾക്ക് അടക്കമുള്ള സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ അതീവ ജാഗ്രതയിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുന്ന ഈ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഭീകരാക്രമണത്തിലുള്ള സാധ്യതയെ ഇനി തള്ളിക്കളയാൻ കഴിയില്ല. ലഷ്കർ എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും കൈകോർത്തുകൊണ്ട് ഒരു പുതിയ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം എന്ന് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ താഴ്വരയിൽ, അതായത് കാശ്മീർ താഴ്വരയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല സിന്ദൂർ ഓപ്പറേഷൻ, നമുക്കറിയാം സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭീകരർക്ക് കനത്ത നാശനഷ്ടം വരുത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അത്രത്തോളം വലിയ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ഒപ്പം തന്നെ അതുവഴി ആ ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭീകരർക്ക് കനത്ത നാശനഷ്ടം വരുത്തുവാനും സൈന്യത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഈ തിരിച്ചടികൾക്ക് ശേഷം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഭീകര സംഘടനകളുണ്ട്. അപ്പോൾ ആ ഭീകര സംഘടനകൾ വീണ്ടും പ്രവർത്തന സജ്ജരാകുകയാണ്. അതായത് വീണ്ടും ഒരു ആക്രമണം, നുഴഞ്ഞുകയറ്റം, അതിലൂടെ വലിയ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ വളരെ കൃത്യമായിട്ടും കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ ആക്രമണങ്ങൾക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യയോടുള്ള ഇവരുടെ വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയോടൊപ്പം നിൽക്കുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളോട് പോലും ഇവർ കാണിക്കുന്ന, പാകിസ്ഥാനോടൊപ്പമുള്ള ഭീകര സംഘടനകളും കാണിക്കുന്ന അവരുടെ ആക്രമണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികാര മനോഭാവം എന്ന് പറയപ്പെടുന്നത് തന്നെ അത്തരത്തിലുള്ളതാണ്. അതായത് ഇന്ത്യയെ എങ്ങനെയും തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭീകര സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ഈ തിരിച്ചടികൾ ലഭിച്ച സാഹചര്യത്തിൽ ഈ തിരിച്ചടികൾക്കൊക്കെ വലിയ കനത്ത വില നൽകേണ്ടി വന്നവരാണ് ഈ ഭീകര പ്രവർത്തനം നടത്തുന്ന ഭീകരവാദികൾ എന്ന് പറയപ്പെടുന്നത്. ഈ ഭീകര സംഘടനകൾ വീണ്ടും പ്രവർത്തന സജ്ജരാകുകയാണ്. അവർ ഈ പറഞ്ഞ പോലെ വിവിധ ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സംയോജിച്ചുള്ള വിലയിരുത്തലിലാണ് ഈ നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇരു സംഘടനകളും സംയുക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇതിനായിട്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെയൊക്കെ നേരിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുള്ള ഒരു സേനയാണ് ഇന്ത്യൻ സേന എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അതീവ ജാഗ്രതയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ അത് പാകിസ്ഥാന് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ലഷ്കർ എ തോയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ലഭിക്കാൻ പോകുന്ന അവസാനത്തെ ആണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ കാശ്മീരിലെ സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള ഉന്നതതല യോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ നീക്കങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എങ്കിലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പോകുന്ന കരുത്തോട് കൂടിയിട്ടുള്ള ഒരു സൈന്യം, ഇന്ത്യൻ സൈന്യം സജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും നമ്മൾ മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉറപ്പുവരുത്തിയ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ സൈന്യം അത്രത്തോളം സജ്ജമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബ, മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദ്, ഈ തുടങ്ങിയ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരായി സംഘടിതമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ തുടക്കം കുറിക്കാൻ പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇനിയും മതിയായിട്ടില്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ പാക് ഭീകര കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ, ആ സിന്ദൂറിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 6 മാസക്കാലം കഴിഞ്ഞു കാണും. അതിനുശേഷം ലഭിച്ചിരിക്കുന്ന ഈ വിവരം എന്ന് പറയപ്പെടുന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത് എന്നുള്ളതാണ്. ഇന്റലിജൻസ് രേഖകൾ പ്രകാരമാണെങ്കിൽ ഭീകര സംഘടനകൾ സെപ്റ്റംബർ മുതൽ ഇവിടെ നുഴഞ്ഞുകയറ്റം നടത്തുന്നു. നിരീക്ഷണം, അതിർത്തി കടന്നുള്ള സഹായങ്ങൾ എന്നിവയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത്. പാകിസ്ഥാന്റെയും ഒപ്പം തന്നെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെയും ഒക്കെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെയും ഒക്കെ സഹായത്തോടെ
ലഷ്കർ എ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെ യൂണിറ്റുകൾ നിയന്ത്രണ രേഖയിലെ നുഴഞ്ഞുകയറ്റ പാതകളിലൂടെ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിലുള്ള ലഷ്കർ എ തോയ്ബ യൂണിറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തുന്നതായിട്ടും അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതും വരും ആഴ്ചകളിൽ ചാവേർ ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ ആയുധങ്ങൾ താഴെ ഇറക്കുന്നതിനുമുള്ള സാധ്യതയുടെ സൂചനയാണ് എന്നാണ് പറയപ്പെടുന്നത്. മുൻ SSG സൈനികരും ഭീകരരും അടങ്ങുന്ന പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളെ പാക് അധീന കാശ്മീരിൽ വീണ്ടും വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഇന്റലിജൻസ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഇത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്നുള്ള ആക്രമണ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പാക് അധീന കാശ്മീരിൽ ഒക്ടോബറിൽ നടന്ന ഉന്നതതല യോഗങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയിലെ മുതിർന്ന നേതാക്കളും ISI ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചോർത്തിയെടുത്ത ആശയവിനിമയങ്ങൾ പ്രകാരം നിഷ്ക്രിയമായ ഭീകര സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനും മുൻ കമാൻഡർമാർക്ക് പ്രതിമാസ സ്റ്റൈവൻഡ് നൽകുവാനും ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ഭീകര സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകുവാനുമാണ് ഈ യോഗങ്ങളിൽ തീരുമാനമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എതിരെയുള്ള പ്രതികാര ആക്രമണങ്ങൾ ശക്തമാക്കാൻ ISI ഭീകര സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. കശ്മീർ താഴ്വരയിൽ ഉടനീളമുള്ള പ്രാദേശിക അനുഭാവികളെയും സഹായങ്ങളെയും ലഷ്കർ എ തോയ്ബ പ്രവർത്തകർ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായി ലഹരി, ഭീകരവാദ, ആയുധക്കടത്ത് ശൃംഖലകളും വിപുലീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വർഷം ആദ്യം പഞ്ചാബിലും രാജസ്ഥാന്റെ ചില ഭാഗങ്ങളിലും കണ്ടതിന് സമാനമായിട്ടുള്ള രീതികളാണ് ഈ കാണുന്നത്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളും വിനോദസഞ്ചാരത്തിന്റെ തിരിച്ചുവരവും പ്രദേശം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനകളായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നതാണ്. എന്നിരുന്നാലും ISIയുടെ പിന്തുണയോടെയുള്ള ഭീകര ശൃംഖല ഈ പുരോഗതിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നോർത്തേൺ കമാൻഡ് മേഖലകളിലുടനീളം ഇന്ത്യൻ സൈന്യവും ഇന്റലിജൻസ് സംവിധാനങ്ങളും അതീവ ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെയൊക്കെ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ ത്രിസേന അഭ്യാസമായുള്ള തൃശൂൽ, ഞാനൊരു വീഡിയോ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ തൃശൂലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശൈത്യകാലം അടുക്കുന്നതോടെ നുഴഞ്ഞുകയറ്റം എന്ന് പറയപ്പെടുന്നത് സാധാരണ കുറയാറാണുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ശൈത്യകാലം അടുക്കുന്ന സമയമാകുമ്പോഴത്തേനും നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ ഇവർ സ്വീകരിക്കുന്ന നിലപാട്, ഭീകര സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയപ്പെടുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ളതാണെന്ന് അറിയാമല്ലോ. മാത്രമല്ല, പാക് ഭീകര സംഘടനകൾ എന്ന് പറയപ്പെടുന്നത് എപ്പോഴും ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് എപ്പോഴും ശ്രമിക്കുന്ന സംഘടനകളാണ്. അങ്ങനെയുള്ള സംഘടനകൾ ഇന്ത്യയുടെ നേട്ടം ലക്ഷ്യമാക്കിയല്ല ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി പോകുന്ന പാകിസ്ഥാന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം. ഒപ്പം തന്നെ സൈനിക ശേഷിയെക്കുറിച്ച് നമുക്കറിയാം, വ്യോമമാർഗ ശേഷിയെക്കുറിച്ച് അറിയാം. ഇതൊക്കെ തകർന്ന് തരിപ്പണമാക്കാൻ കഴിയുന്നതിന്റെ ഇരട്ടിയിലധികം കഴിവുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന മറ്റു സംഘടനകൾ, ഇപ്പൊ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാനെ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അസീം മുനീറിനെ പോലുള്ള പാക് പട്ടാളക്കാരെന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന യുദ്ധ കൊതിയന്മാരും യുദ്ധവെറിയന്മാരുമാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുക, ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ചെയ്യുന്നത് ഈ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനിയൊരു യുദ്ധത്തിന് ശേഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാൽ കൂടിയും താലിബാനുമായിട്ടും അഫ്ഗാനിസ്ഥാൻകാരുമായിട്ടും റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും അവരുമായിട്ടുള്ള പുതിയൊരു കൂട്ടുകെട്ടുമൊക്കെ പലപ്പോഴും പാകിസ്ഥാന് വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ആ അസ്വസ്ഥതയുടെ ഫലമാണ് ലഷ്കർ എ തോയ്ബയെ പോലുള്ള, ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട്
ഭീകരപ്രവർത്തനങ്ങൾ, ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയൊരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ഇനിയൊരു ആക്രമണ പരമ്പരകൾക്കോ ഈ ഭീകര സംഘടനകളോ അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റു പ്രവർത്തകരോ അല്ലെങ്കിൽ ഭീകര സംഘടനകളെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളോ അവർ ആരാണെങ്കിലും, ഇപ്പോൾ പാകിസ്ഥാനാണ് ലഷ്കർ എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദിനെയും ഒക്കെ ഭീകരാക്രമണത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഒരു രണ്ടാം സിന്ദൂർ ഉണ്ടാകാൻ അധിക ദിവസം വേണ്ടിവരില്ല. അങ്ങനെ ഒരു രണ്ടാം സിന്ദൂർ ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് പോയാൽ പാകിസ്ഥാനും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഈ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തോയ്ബ പോലുള്ള ഭീകര സംഘടനകളടക്കം മണ്ണിനടിയിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചാരമായി തീരാൻ പോകുന്നു പാകിസ്ഥാൻ എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്നാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആകെ 4 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട മിലിറ്ററി ഓപ്പറേഷൻസിന് താങ്ങുവാനുള്ള കരുത്തില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു രണ്ടാം യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യമേ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അസീം മുനീർ അടക്കമുള്ള മതവെറിയന്മാരെ, ഈ യുദ്ധവെറിയന്മാരെ തുടച്ചു നിൽക്കേണ്ട സമയം കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.